ഹായ് ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്ന വഴിക്ക് എനിക്ക് തോന്നിയൊരു ചെറിയൊരു ഐഡിയ. നമ്മളിപ്പോൾ ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ ബില്ല് ഓക്കെ, നമുക്ക് ഒരു നെറ്റ് പൗച്ചിലിട്ടാണ് ഓറഞ്ച് വരുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കൂടും അവർ തരും. ഇത് നമ്മൾ ഈ ഓറഞ്ച് എടുക്കുന്നു, ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് ഇതൊക്കെ കൂടി വലിച്ചെറിയുന്നു. അതൊക്കെ ഒത്തിരി പൊല്യൂഷനാണ്. ഒന്നാമത് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് നേരായ രീതിയിൽ സംസ്കരിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ സംസ്കരിക്കുന്ന രീതിയല്ല, നമുക്ക് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ഓറഞ്ചാണ്, ഇരിക്കട്ടെ. എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്നും ഇല്ലാണ്ട് ഈ ഓറഞ്ച് വീട് വരെ എത്തിക്കാൻ പറ്റിയല്ല, അത് വേറെ കാര്യം. ഇത് നമുക്കൊന്ന് എങ്ങനെ റീയൂസ് ചെയ്യാം, ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു സാധനമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള എൻ്റെ ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളും ഐഡിയാസും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതിന് 2 സാധനങ്ങളാണ്. ഒരു മിനിറ്റ്. ഒരു സിസേഴ്സും ഒരു പേപ്പർ ഹോൾമേറ്റ്. വേറെ ഒന്നുമില്ല, കൂടെ നമ്മൾ നല്ല കുട്ടപ്പനായിട്ടെടുത്ത് നിവർത്തിയെടുത്ത് ഈ കൂട് ഒന്നിങ്ങനെ മടക്കി ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള മുഴുപ്പിന് മടക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് തുള എഴുതാൻ ഇച്ചിരി പാടായിരിക്കും, അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയിൽ ഞാൻ മടക്കിയത്. സൈഡിൽ മുഴുവൻ തുളയിട്ട് ജസ്റ്റ് ഒരു തുള വീണാൽ മതി. ഇത് അപ്പുറത്തേക്ക് തുളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ തുള ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഈ മടക്കിൻ്റെ അവിടെയും ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ തുള വരാൻ ശ്രദ്ധിക്കും. ഇത് വേറൊന്നുമല്ല, ഞാൻ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് പാത്രം കഴുകുന്നൊരു സ്ക്രബറാണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ തുളയിടുക, ഇങ്ങനെ മടക്കുക. ഈ തുളയിട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം, അല്ലെങ്കിൽ ആ വെള്ളം ഇതിൻ്റെ അകത്ത് കെട്ടിക്കിടന്നത് ചീത്തയാവാനും മണം വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തുളയിട്ടെടുത്തത്. ജസ്റ്റ് ഇങ്ങനെ തുളയിട്ടെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കി ഇതിൻ്റെ അകത്തിന് വെള്ളം തങ്ങി നിൽക്കില്ല, നമുക്കിത് പിഴിയുമ്പോൾ അങ്ങനെ വെള്ളം പൊക്കോളും. നമ്മളത് മടക്കിയെടുക്കും. ഇനി ഏതെങ്കിലും മൂലയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3 കെട്ടും കൂടെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഇതിൻ്റെ അകത്ത് തങ്ങി നിൽക്കില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ പൗച്ചിൻ്റെ അകത്തേക്ക് ചുമ്മായിട്ട് എന്നിട്ട് ഇത് ഒരു പിരിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ നടത്താം. എന്നിട്ട് ഇതിൻ്റെ അറ്റം കെട്ടിയെടുക്കുക. അപ്പോൾ ഇത് ഇനി നമുക്ക് സ്ക്രബറായിട്ട് വർക്ക് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് നോക്കാം. ഓക്കെ,
അടുക്കളയിൽ എൻ്റെ മമ്മി പാത്രം വല്ലതും ഉണ്ട്. കൊച്ച് സ്കൂളിൽ പോയി വന്നതിൻ്റെ പാത്രം കഴുകാനുണ്ട്. നമുക്ക് ഒന്ന് കഴുകി നോക്കാം. അത് സൂപ്പറായിട്ടുള്ളതായിട്ട് ഇതിപ്പോൾ പ്ലാസ്റ്റിക് കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ഷേപ്പിലേക്ക് നമുക്ക് പിടിച്ചെടുക്കാം. നമുക്ക് ഈ എഡ്ജുകൾ പോലും നല്ലോണം ഒരു നഖം കൂടെ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ക്ലിയറായി. നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞതുണ്ട്. അത് പ്ലാസ്റ്റിക് കൊണ്ടകത്ത് വെള്ളം കയറിയ ആ തുളകൾ ഇട്ടേക്കണ കാരണം, പ്ലാസ്റ്റിക് കൊണ്ടകത്ത് ഇട്ടേക്കണേ ആ തുളകൾ കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം തങ്ങി നിൽക്കുകയല്ല. നമുക്കിത് ഒരു സ്ക്രബറായിട്ട് യൂസ് ചെയ്യാം. മറ്റേ സ്പോഞ്ച് സ്ക്രബറിൻ്റെ അകത്തുള്ള പോലെ വെള്ളം തങ്ങി നിൽക്കാത്തത് കൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ചീത്തയാവുമോ ഒരു ദുഷിച്ച മണം വരുമൊന്നുമില്ല. അങ്ങനെയല്ല, നമുക്കിത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്തുനിന്നും ഇതും തന്നെ ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ എന്താണേലും ഈ ഒരു സ്ക്രബർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അത് അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള നല്ല നല്ല ചെറിയ ആശയങ്ങളും ചെറിയ നുടുക്ക് വിദ്യകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളുടെ ടോണിക്കുട്ടൻ സൈനിങ് ഔട്ട്. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നിങ്ങളുടെ ടോണിക്കുട്ടൻ. ബൈ ബൈ.